കണ്ണുണ്ട്, കടുക് മണിക്കൊരു കണ്ണുണ്ട്, കണ്ണിനകത്തൊരു കരടുണ്ട്. കുഞ്ഞിക്കുഞ്ഞല്ലേ ഉത്തരവാദി. കടുകുമണിക്കൊരു കണ്ണുണ്ട്, കണ്ണിനകത്തൊരു കരടുണ്ട്, കടലുണ്ടിന്നൊരു ചങ്ങായി കായ വറുത്ത് കഴിഞ്ഞിട്ട്, കുടമൊരു കള്ളു കുടിച്ചിട്ട്, കരിമീൻ മുള്ളു കടിച്ചിട്ട്, കലഹം പറയണ കവലയിൽ നിന്നൊരു കണ്ണട വാങ്ങി വരുന്നുണ്ട്. ഈശ്വരധർമ്മപ്പെട്ടതിനെ കുറിച്ച് കള്ളിപ്പാല പുഞ്ചിരി പോലൊരു കൺമഷിയാളെ കാണാനായി, കുമ്പിയ കൊന്തല മുണ്ടേൽ മുറുകിയ കൽക്കണ്ട കഥ കേൾക്കാനായി, കണ്ടൽ ചേരിൽ കാലുകൾ ചിതറി കണ്ണിൽ കായൽ തിരകളുമായി, കാലിച്ചായ കടവുകൾ താണ്ടി കൊണ്ടുപിടിച്ചു വരുന്നുണ്ട്. കഥയുടെ കടമൊരു കച്ചാൻ കാറ്റിൻ കുടയുടെ കീഴിൽ കരുതാൻ പറയുന്നവളുടെ കരളിൽ കരിവളയാടണ കടലൊടിയുന്നുണ്ട്, കവിളിൽ കവരുതിരുന്നുണ്ട്. കറണ്ട് ബില്ലടക്കാൻ നേരത്തെ എന്റെ പൈസ കഴിയുന്നത് എല്ലാവരും. അച്ഛനെന്തത്ര വൈകിയ 10 മണിന്ന് പറഞ്ഞല്ലോ. കുഴപ്പമില്ല സാറാമേ, വെഞ്ചിരിപ്പ് നേരത്തെ കഴിഞ്ഞല്ലേ. അതെ അതെ അതെ, ആ സാറില്ല വിളിച്ചു. അതെ നീ ഇതവിടെ ഇടിച്ചു കയറുക അകത്തോട്ട്. എന്നാ പിന്നെ തുടങ്ങല്ലേ സാറാമേ. ഒന്ന് വേഗം പിന്നെ വരൂ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അങ്ങോട്ട് മാറണ്ട. അച്ഛാ നല്ല ഭംഗിയുണ്ടല്ലേ. കുഴപ്പമില്ല. ഇതാൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കൊടുക്കും. എല്ലാം നോക്കിയെടുക്ക. എല്ലാരും കയറി കാണും. കുറച്ച് ഫോട്ടോ എടുത്ത് വെക്കണം. അതെ അത് മതി. കൊള്ളില്ല നല്ലല്ലേ? ഇത് കണ്ടില്ലേ? എനിക്കിഷ്ടായി. ആ കുഴപ്പമില്ല, നല്ലതാ. ഓ എന്നാ പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം ഉണ്ടല്ലോ. ചോദിക്കാം. ബെനിച്ചേട്ടാ എത്രയായി? 300 രൂപ. 300? ഇല്ല സാറില്ല. ചാച്ചാ 300. ഇത് 100 രൂപ ഡിസ്കൗണ്ട്. ആദ്യത്തെ കച്ചവടം. കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അതുണ്ടല്ലോ. പിന്നെ നിങ്ങൾ നാട്ടുകാരൊന്ന് സഹകരിച്ചു കൊടുത്താൽ മതി. കേറി പൊക്കോളൂ. ലഡു കളറളകോ ചേട്ടാ? ചുരിദാറിന്റെ കളറളകോ? കളർ ഇളകിയാലെന്നാ വേറെ കളർ വരികയല്ലേ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളർ മാറി വരുന്ന ഒരു രസമല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരുടെ സ്വഭാവം മാറി മാറി വരും. അത് അതിൽ രസമായിരിക്കും. കളറ് മാറുമോടാ? ഇത്ര വിലയുണ്ടോ? ടൗണിൽ വെച്ച് നോക്കുമ്പോ അത്ര കൂടുതലൊന്നുമല്ല. എന്നാലും ഹലോ ഹലോ ആ ഞാൻ ഒന്ന് നമ്പർ മാറി വിളിച്ചത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഉറുമ്പിന്റെ കണ്ണ് അതല്ല ഉത്തരം. അതെ, ഇതും കൂടി കൂട്ടി ഒരു 10-30 പൊട്ടോത്തര അയച്ചു തന്നിട്ടുണ്ട് മാഷെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു ക്ലൂ തരാം. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആലോചിച്ചു, ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാലേ ഉത്തരം കിട്ടാൻ വിളിച്ചാൽ മതി കേട്ടോ. അങ്ങനെ പറയല്ലേ, പ്ലീസ് പ്ലീസ്, ഒരു ക്ലൂ. ശരി വെക്കുക. ഇതേ മാളൂട്ടി നാളെ മുതൽ നടന്നില്ലെങ്കിൽ ഒരിടത്തും കൊണ്ടുപോയില്ല കേട്ടോ. ശരി. അപ്പൊ നിനക്ക് ഉത്തരം പറഞ്ഞിരുന്ന വേറെ ആളാണല്ലേ? ഉത്തരം കിട്ടിയോ? വിഷ്ണു, ഞാനൊന്ന് ആലോചിക്കട്ടെ. ടീച്ചർ എന്ത് ടീച്ചറാണ് ടീച്ചറെ. ഏട്ടൻ ട്യൂഷന് പോകുന്നുണ്ടോ? ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് വേഗം പോകും. വീട്ടിലിരുന്ന് തന്നെയാ പഠിക്കാറ്. ഇപ്പൊ നിർത്താ, ചാടല്ലേ? എന്നാ നീ പൊക്കോ. Mama!
ആദ്യം എന്ന് തുടങ്ങിയത് പറ, എന്ന് തുടങ്ങിയത് ആദ്യമായിട്ട് അമ്മ ഏത് ചെറുക്കനല്ലേ ക്ലാസ് പഠിക്കണ കാർബിൾ സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്ന ചേട്ടനാണമ്മ. കണ്ട ചെറുക്കന്മാരുടെ സൈക്കിളിന്റെ പുറകെ കയറാൻ ഞാനോട് നിന്നെ ക്ലാസ് വിടണേ ആണോന്ന്? കാല് വെച്ചിട്ട് കേരളാണമ്മ. ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് പറഞ്ഞിട്ട് എത്ര കാലായി. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജനിക്കൊരു സൈക്കിൾ മേടിച്ചു കൊടുക്കണതാ നല്ലത്. ഞാനത് ആലോചിക്കാറുണ്ട്. മറ്റൊക്കെ ഒരു ടച്ച് ഫോൺ വേണമെന്ന് പറയണ്ടായിരുന്നു. ടച്ച് ഫോണോ? ആ, ഈ ക്യാമറയുള്ള ഫോണില്ലേ അത്. എന്തിനാണ് ക്യാമറ ഉള്ള ഫോൺ? ആ, വിളിച്ചാ കിട്ടുന്ന പറഞ്ഞ കയ്യിലില്ലേ? ആ അതവളോട് ചോദിക്കും. അല്ല, കുരുമുളക് എന്നാ പറിക്കണേ? ഇനിയിപ്പോ നിനക്കെന്നാ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ കുരുമുളക് പറിക്കാൻ പാടില്ല. അത് കൊള്ളാം. എനിക്കുള്ള എന്റെ അപ്പം കൊണ്ടെത്താൻ നിങ്ങൾ കൊണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പിള്ളേരെ കാര്യം നോക്കിയാൽ മതി. ചേച്ചിയുടെ ഇരുട്ടത്ത് കണ്ടിട്ടാവും. ഇത് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ആദ്യത്തൊക്കെ ആ നീല ചുരിദാറില്ലേ, അത് മതിയായിരുന്നു. എനിക്ക് അതാണ് ഇഷ്ടമായത്. ആ, ഇനിയിപ്പോ മാറ്റി വാങ്ങണേലും ടൗണിലേക്ക് ഒരു ഓട്ടം കിട്ടുമ്പോഴേ നടക്കുള്ളൂ. എന്തായാലും ബില്ല് കളയണ്ട, വെച്ചോ. എന്നോട് ഞാൻ പറഞ്ഞല്ലേ വണ്ടി ഓടിക്കുമ്പോ കാക്കി ഇടണമെന്ന്. സാർ, ടൗണിൽ പോയതാ സാറേ, ഡ്രസ്സ് എടുക്കാനായിട്ട്. പിന്നെ ഒരു സിനിമയും കൂടെ കണ്ടിറങ്ങിയപ്പോ ഇത്തിരി ലേറ്റ് ആയി. പെങ്ങന്മാരെ സാർ. പേപ്പറൊക്കെ ഇല്ലടോ? ഓ, എന്നാ വിട്ടോ. ഞങ്ങളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. നിങ്ങളുടെ നോട്ടം കണ്ടില്ലേ? തല പേടിച്ചു ചോദിച്ചു. നേരത്തെ കഴിക്കണ്ടായിരുന്നു ചേച്ചി, ഭയങ്കര വിശക്കും. അല്ല, എന്താ അത്ര വൈകിയേ? അത് വേണമെങ്കിൽ എടുക്കുന്നു. വീട്ടിനുള്ളിൽ ബാത്റൂമില്ല ചേട്ടാ. പിന്നെ ഈ മുറ്റം നാറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? ശീലായി പോയിടോ. മാറാനുള്ള പിന്നെ എവിടെയായാലും നാറുണ്ടോ? എന്താടി? വാ പറയാ. എങ്ങോട്ടാ ചേച്ചി? എന്താ അറിയില്ല. വാ. എങ്ങോട്ടാണ് ഈ ഓടുന്നത്? കുടുംബത്തിൽ ഒരു പണിക്കുള്ള കിട്ടാനില്ല. എടി ലക്ഷ്മി, നീ എങ്ങോട്ടാണ്? ആരെക്കാരാണ് ഓടുന്നത്? കാര്യം പറയൂ. എത്ര ഓർഡർ ശരി. ഇതൊക്കെ എപ്പോ? എന്റെ ഫോട്ടോ വെച്ചിരുന്ന ഞാൻ കൊടുത്താണ്. എടുത്ത് ഞാൻ ചോദിച്ചിട്ട് കൊടുത്തതല്ല. പിന്നെ നീ രാജനോട് ചോദിച്ചിട്ടുണ്ടാവും. കൊള്ളാല്ലേ? ആ, കൊഴപ്പില്ല. ഇത് രണ്ടു കാര്യം എടുത്ത് ചിലപ്പോ താഴെ പോവില്ലേ? അത് ചേച്ചി അസൂയണ്ട് പറയുന്നല്ലേ. പിന്നെ അസൂയ. എനിക്ക് അവളെങ്ങനെയും നന്നായി കണ്ടാൽ മതി. വേഗം നിങ്ങൾ നടന്നു. ഹലോ, അതെ, ഇത് ലാസ്റ്റ് ചാൻസാ. ഇതും കൂടെ തെറ്റാ ഞാൻ പിന്നെ എടുക്കൂല കേട്ടോ. ഹലോ ഹലോ, ഇത് വിഷ്ണുവേട്ടനല്ല, അനീത് രേവതിയാ. ഹലോ ജെസ്സി, ഞാൻ രേഷ്മയാ, വിഷ്ണുവിന്റെ ചേച്ചി. അയ്യോ, നിങ്ങൾ വിചാരിക്കണമല്ലെന്നല്ല, നമ്പർ മാറി വിളിച്ചു പോയതാ. ഞങ്ങള് ചെരുപ്പ് കടയ്ക്കും കൂടെ ഒരു ഫോട്ടോ തരില്ലേ? ഹലോ. പിന്നെ അവനോട് ദേഷ്യമൊന്നും വേണ്ട കേട്ടോ. അവനെ ഇടയ്ക്കൊന്ന് വിളിച്ചാ അവന് ഭയങ്കര സന്തോഷമായിരിക്കും. അയ്യോ, ഞാൻ അങ്ങോട്ട് വിളിക്കാറൊന്നുമില്ല. എനിക്കറിയാം നിങ്ങൾ വിളിക്കാറില്ലെന്ന്. എന്നാലും അവനെ എങ്ങനെ സന്തോഷത്തോടെ കാണാൻ വേണ്ടിയാ. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാ അവനിങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഓട്ടോ ഒക്കെ ഓടിക്കുന്നത്. അതെ, ഫോണും തരാവോ? ഞങ്ങളെന്നാ പിന്നെ വിളിക്കാട്ടോ. ശരി. വിളിക്കാതെ. ഹലോ. ഹലോ. ഹലോ, നമ്പർ മാറി വിളിച്ചാണോ? അല്ല, വിഷ്ണുവിനെ തന്നെ വിളിച്ചതാ. പേരൊക്കെ പഠിച്ചല്ലോ, അതെങ്ങനെ? പേര് മാത്രമല്ല, എല്ലാം അറിയാം. അത് ശരി.
ഇപ്പൊ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിലാ. അയ്യോ എന്തുപറ്റി? ആഹാ, എല്ലാം അറിയാവുന്ന അത് മാത്രം അറിയില്ലേ? എന്നിട്ട് ചേച്ചി വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അയ്യോ പറയണ്ടെന്ന് വിചാരിച്ചതാ. ഇനി ഇതും പറഞ്ഞപ്പോ ചേച്ചിയോട് വഴക്കിടാൻ നിക്കണ്ട കേട്ടോ. അവർക്ക് അതൊക്കെ ഭയങ്കര കാര്യമാണല്ലോ വിഷ്ണുവിന്. വിഷ്ണു വിചാരിച്ച പോലെ തന്നെ. അല്ല ഞാൻ കാശ് അത് തന്നില്ലല്ലോ. കുഴപ്പമില്ല, പിന്നെ തന്നാ മതി. എന്തേലും ആവശ്യമുണ്ടോ വിളിച്ചാ മതിയേ. ആ ശരി ശരി. ആ ജെസ്സി പറയണം. അപ്പൊ ഫ്രീ സർവീസ് ആണല്ലേ? ഓ ഇടയ്ക്കൊക്കെ. അതെ ഞാൻ പിന്നെ വിളിക്കാം. പോവാണോ? അല്ല അമ്മ വിളിക്കണ്ട അതാ. അങ്ങനെ അങ്ങ് പോവല്ലേ. അതെ പിന്നെ വിളിക്കാം. ഇനി എപ്പോ വിളിക്കും പറ. അതൊന്നും പറയാൻ പറ്റില്ല. തോന്നുമ്പോ വിളിക്കും. എപ്പോ തോന്നും? തോന്നുമ്പോ തോന്നും. പോരെ. മതി. ശരി ശരി. നമുക്ക് ജെസ്സിയെ ഡോക്ടറാക്കിയാലോ? അത് കലക്കൂടാ. അവളതിന് +2 പൊട്ടി പാളീസായിരിക്കില്ലേ? എത്ര എണ്ണത്തിന് പൊട്ടി? അത്
ഏതാഷ്ടല്ല പോണ്ടേ? താലൂക്ക് ആശുപത്രിയില് തിരിച്ചടേ പോട്ടെ. ഡോക്ടർ ആക്കുവോ ആക്കാതിരിക്കുവോ അതൊക്കെ അവൻ തീരുമാനിക്കട്ടെ. ബാക്കി കാര്യങ്ങളെ ഞങ്ങൾ നാളെ വീട്ടിൽ വന്ന് സംസാരിക്കാം. ഇല്ലടാ പിന്നെ ഹലോ, കിടന്നായിരുന്നോ? രാവിലെ വിളിക്കാം. എടാ സോറിയിടോ, ഞാനൊരു ഹോസ്പിറ്റൽ കേസിൽ പെട്ടുപോയി. അങ്ങോട്ട് വരാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാ. സോറിയിടോ. അത് കുഴപ്പമില്ല. തന്നെന്താ പറയാനുണ്ടായിരുന്നു പറഞ്ഞു? അതൊന്നുമില്ല. അങ്ങനെ പറയല്ലേ, വേണമെന്ന് വെച്ചിട്ടല്ലോ. ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ശരി, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളല്ലേ. ശരി, വെച്ചോ. പെണ്ണല്ലോ പ്ലീസ്, താൻ കാര്യം പറ. ഞാൻ രാവിലെ വിളിക്കുമ്പോൾ പറയാം. എന്നിട്ടെന്താ എന്നവർ കാണാൻ വരാൻ ശാശം പറഞ്ഞു. അവര് വന്ന് കണ്ടിട്ട് പോയിടും. അവസാനം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയല്ലേ. നീ പേടിക്കാതിരിക്കും. പേടിയൊന്നുമില്ല, പിന്നെ നല്ലൊരു ടെൻഷൻ. അവരുച്ചയ്ക്ക് ശേഷം വരുന്നല്ലേ പറഞ്ഞിരുന്നേ? ഇപ്പൊ മാറ്റം വിളിച്ച് പറഞ്ഞതാ. അവര് മേലെ എസ്റ്റേറ്റിൽ പോയി തിരിച്ചു വരുമ്പോ അമ്മ നിക്കി വെച്ചേക്ക്. അവരെത്തിയില്ലോ. എത്തിയ എവിടെ? വിളിച്ചേ. അവരെത്തിന്നാ തോന്നുന്നത്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ആദ്യം ഒന്ന് കൂടാ, എന്നിട്ട് ചുമ്മാ അവിടെ പോയി നിൽക്കുക. അവര് പോയി കണ്ടെന്നെ വിളിച്ചാൽ മതി. നമ്മളെന്താ മാറ്റി ഇവിടെ? ചേച്ചി വാ, കേറി വാ. കേറും മാറ്റേ. കേറി ചേച്ചി, ചെരിപ്പിട്ടോടാ. ഇരിയടാ ചേച്ചി, ഞാനിപ്പോ വരാം. ജിസി, ഒരു മിനിറ്റ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നേരത്തെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഒരു മലവെള്ള പച്ചൽ പോലെ വന്ന് കയറുന്നു. ഞാൻ കരുതി നീ ഉള്ളത് എടുത്തു വെക്കും. അവളെവിടെ? ശരി, ഞാൻ വിളിക്കാം. അവള് ഡോക്ടറായിക്കൂടെ ചോദിച്ചപ്പോഴും അവന്റെ മുഖത്ത് ആവേശം നീ ഒന്ന് കാണണമായിരുന്നു. അല്ലടി, ഇനിയിപ്പോ അവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? അവര് തമ്മിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളായിട്ട് അറിയിക്കാൻ നിൽക്കണ്ടോ. ഞാൻ അങ്ങോട്ട് ചേർത്തെ. അതെ, കുത്തയച്ചിട്ട്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. മോളെ വന്നേ. അമ്മയ്ക്ക് ചായ കൊടുക്ക്. അങ്ങോട്ടോട്ട് ചേച്ചി ചായ കുടിക്കേ. ചായയൊക്കെ വീട്ടിൽ ചെന്നിട്ട് കുടിച്ചോളാം. അമ്മച്ചി വിടറാ. വർഗീസേ, പറമ്പിൽ കുറച്ച് പണിയുണ്ട്. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയെ കൂടില്ല. 2-3 പേരും കൂടെ വിളിച്ചോ. അതൊന്ന് പറയാന്ന് വെച്ച് കയറിയതാ. വടേ വാ. ഒരു പെണ്ണ് കാണൽ നാടകം. ആ തൊഴുത്തിൽ കൊണ്ടായി കേട്ടവനെന്താ? അല്ല, പോത്ത പശു വല്ലതാണോ? പഠിപ്പും സൗന്ദര്യത്തിലേക്ക് പോട്ടേന്ന് വെക്കാം. ഇത് അതാണോ? 10 പൈസയുടെ ഗതിയുണ്ടോ? ഉണ്ടാടാ മാർക്കേ? അല്ല, അങ്ങനെ ചോദിച്ചാ